ലോക പുസ്തക ദിനം. ഉത്തരം ഏപ്രിൽ 23. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ. ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. കേരളവ്യാസൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത്. ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം AR രാജരാജവർമ്മ. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ്. ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ ഏത് തെരുവിൻ്റെ കഥയെക്കുറിച്ചാണ്? മിഠായി തെരുവ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യൂ ദൈവജ്ഞരല്ലോ നിങ്ങൾ. ആരുടെ വരികൾ? ഉത്തരം വൈലോപ്പള്ളി. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത്. കോട്ടയം. ഐതിഹ്യമാലയുടെ കർത്താവ്. ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഉത്തരം വില്യം ലോഗൺ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച സാഹിത്യകാരൻ. ഉത്തരം VT ഭട്ടതിരിപ്പാട്. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുത്തി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. വഴിവെളിച്ചങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം തമിഴ്. ഏറ്റവും പുരാതനമായ വേദം. ഉത്തരം ഋഗ്വേദം. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി. ഉത്തരം കുമാരനാശാൻ. ബൈബിൾ രചിച്ച ഭാഷ ഏത്? ഉത്തരം ഹീബ്രു. ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവ്. ഉത്തരം ഇരയിമ്മൻ തമ്പി. ക്യാൻസർ വാർഡിലെ ചിരി എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഇന്നസെൻ്റ്. അക്ഷര എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം നശിക്കാത്തത്.